നിങ്ങൾക്കറിയാം ബാറ്റിൽ ഓഫ് പ്ലാസി അല്ലെ? ബാറ്റിൽ ഓഫ് പ്ലാസി. ഈ ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ നമ്മൾ പഠിക്കുന്ന ആരെ കുറിച്ചാ? റോബർട്ട് ക്ലൈവിനെ കുറിച്ച്. ഈ റോബർട്ട് ക്ലൈവിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ആദ്യത്തെ ഗവർണർ ബംഗാൾ ബേസ്ഡ് എന്ന് പറഞ്ഞാല് അന്ന് ഇന്ത്യ എന്നുള്ള രീതിയിലല്ല, അവര് ഈ ബംഗാൾ ആ ഒരു റീജിയനാണ് അവർ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ അവർ ആദ്യമായിട്ടൊരു ഗവർണറെ കൊണ്ടുവരികയാണ്. ബംഗാളില് ഭരിക്കാൻ വേണ്ടിയിട്ട്, ബംഗാൾ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു ഗവർണറെ കൊണ്ടുവരികയാണ്. ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ അതാണ് റോബർട്ട് ക്ലൈവ്. അദ്ദേഹത്തിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. റോബർട്ട് ക്ലൈവ് എന്താണ് പുള്ളിക്കാരന്റെ പ്രത്യേകത? അദ്ദേഹമാണ് ആദ്യത്തെ ഗവർണർ, ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ. ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ. പിന്നീട് ഈ പോസ്റ്റ് മാറുകയാണ്. ഈ പോസ്റ്റ് മാറി ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് വരും. ഇങ്ങനെ അപ്പൊ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ്. ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, കാരണം ബാബർ ആരാണ്? മുഗൾ സാമ്രാജ്യം, മുഗൾ എംപയർ സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്ത ആരാണ്? ബാബർ ആണ് അല്ലെ? സോ അതുപോലെ തന്നെ ബ്രിട്ടീഷിന്റെ റൂൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ റോബർട്ട് ക്ലൈവിന്റെ ബാറ്റിൽ ഓഫ് പ്ലാസി വഴിയാണ്. അറിയാലോ, ബാറ്റിൽ ഓഫ് പ്ലാസി 1757 അല്ലെ? 1757. ഞാൻ അത് ചുമ്മാ എഴുതുകയാണ്, നിങ്ങൾ മുമ്പ് എഴുതിയിട്ടുണ്ട് ബാറ്റിൽ ഓഫ് പ്ലാസി. ഓക്കെ, പ്ലാസി. അപ്പോ അതുകൊണ്ട് തന്നെ ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ് നോക്കിക്കൊള്ളേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കർണാട്ടിക് വാർ. ഈ ബാറ്റിൽ ഓഫ് പ്ലാസി പഠിക്കുന്നതിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കർണാട്ടിക് വാർ. ഗവർണർ അറ്റ് ദ ടൈം ഓഫ് കർണാട്ടിക് വാർ എന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് തന്നെയാണ്. ഗവർണർ അറ്റ് ദ ടൈം ഓഫ് കർണാട്ടിക് വാർ, അല്ലെങ്കിൽ ഗവർണർ ഹു ലെഡ് ദ ആർമി. അങ്ങനെ ആയിരിക്കും. ഗവർണർ ഹു ലെഡ് ദ ആർമി ഇൻ കർണാട്ടിക് വാർ. ബാറ്റിൽ ഓഫ് പ്ലാസി പറഞ്ഞ പോലെ തന്നെ കർണാട്ടിക് വാർ സമയത്ത് ആർമി ലെഡ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ്. കർണാട്ടിക് വാർ ഏത് ഗവർണറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ്. നോക്കിക്കൊള്ളേ, അപ്പോ നിങ്ങൾക്കറിയാം ബാറ്റിൽ ഓഫ് പ്ലാസി കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. റോബർട്ട് ക്ലൈവിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ റോബർട്ട് ക്ലൈവ് ഈ ബാറ്റിൽ ഓഫ് പ്ലാസി വഴി ബംഗാൾ കീഴടക്കിയല്ലോ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന വേറൊരു പേരാണ് കോൺക്വറർ ഓഫ് ബംഗാൾ. ഗവർണർ അല്ലെങ്കിൽ വിച്ച് ബ്രിട്ടീഷ് പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സൺ ഹു ഈസ് നോൺ ആസ് കോൺക്വറർ ഓഫ് ബംഗാൾ എന്ന് ചോദിച്ചാൽ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. നോക്കിക്കൊള്ളേ, ഇമ്പോർട്ടന്റ് അല്ല, 2 പോയിന്റ് കൂടെ ഉണ്ട്. ഇമ്പോർട്ടന്റ് അല്ലാത്ത 2 പോയിന്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് അറിയപ്പെടുന്ന വേറൊരു പേരാണ്. ഇപ്പൊ ഈ കോൺക്വറർ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇത് അറിയപ്പെടുന്ന വേറൊരു പേരാണ് ഹെവൻ ബോൺ ജനറൽ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? റോബർട്ട് ക്ലൈവ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഗവർണർ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് ഗവർണർ ആദ്യമായിട്ട് സൂയിസൈഡ് ചെയ്യുന്ന ബ്രിട്ടീഷ് ഗവർണറും ഇദ്ദേഹമാണ്. ഗവർണർ കമ്മിറ്റഡ് സൂയിസൈഡ്. ഓക്കെ, ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഈ റോബർട്ട് ക്ലൈവ് ഈ ബംഗാളില് വന്നല്ലോ, ബംഗാളിൽ ഇപ്പൊ ഭരിക്കുവാണെന്ന് നിങ്ങൾ വിചാരിച്ചു, ബംഗാൾ റൂൾ ചെയ്യുവാണ്. ഈ റോബർട്ട് ക്ലൈവ് അവിടെ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു കേട്ടോ. അതാണ് ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം. എന്താണ് ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം? ആരാണ് ബംഗാളില് ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം. ഇവിടെ ബംഗാളില് അല്ലെ? വർഷം കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. 1765 ആ വർഷം കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയാണ് റോബർട്ട് ക്ലൈവിനെ കുറിച്ച്
പറയാൻ പോകുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ഉണ്ടായിരുന്നല്ലേ, 1600 സ്ഥാപിച്ചു. അതിൽ നിന്നും ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെച്ച് തന്നെ ഇപ്പോഴും ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബാനറിലാണ്, ബ്രിട്ടീഷിന്റെ ബാനറിലല്ല, ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബാനറിൽ ബംഗാൾ പിടിച്ചടക്കുകയും ബംഗാളിലെ ഗവർണർ ആവുകയും ചെയ്ത വ്യക്തിയാണ് ആര്? റോബർട്ട് ക്ലൈവ്. അദ്ദേഹമാണ് ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ, ബംഗാളിലെ ആദ്യത്തെ ഗവർണർ. ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, കോൺകറർ ഓഫ് ബംഗാൾ, ഹെവൻ ബോൺ ജനറൽ. അതുപോലെ ഇന്നെല്ലാം അറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇദ്ദേഹത്തിന്റെ 2 വാർ പറയുവാണെങ്കിൽ, ഒന്ന് ബാറ്റിൽ ഓഫ് പ്ലാസി പറയണം, 2 കർണാട്ടിക് വാഴ്സ് പറയണം. ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം ഇവിടെ ബംഗാളില് ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് മാത്രമേ, ഗവർണർമാർ വേറെ 1-2 പേര് വന്നിട്ടുണ്ട്, 3 എനിക്ക് തോന്നുന്നു 3 ഗവർണർമാരാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു ബംഗാളില്. വേറെ ആരെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ടതില്ല, റോബർട്ട് ക്ലൈവിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ, അദ്ദേഹത്തിന്റെ കാലഘട്ടം ഒന്നും പഠിക്കണ്ട, ഇത്രയും കാര്യം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് പഠിക്കേണ്ട ആൾക്കാർ വരുന്നത് ഇതിന് ശേഷമാണ്. നമ്മുടെ ടോപ്പിക് തന്നെ ഗവർണർ ജനറൽസ് എന്നല്ലേ, ഇവിടെ ഗവർണറാണ്, ഗവർണർ ജനറൽ വന്നിട്ടില്ല, ശ്രദ്ധിച്ചോളെ. അപ്പൊ ഗവർണർ എന്നുള്ള പോസ്റ്റ് മാറിയിട്ട് ഗവർണർ ജനറൽ എന്ന് പറയുന്ന പോസ്റ്റ് വരും. അത് മുതലാണ് നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളത്. നോക്കണേ. അപ്പൊ ഗവർണർ ജനറൽ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഗവർണർ ജനറൽ എന്ന് പറയുന്ന പോസ്റ്റ് ആദ്യമായിട്ട് കിട്ടുന്നത് വാറൻ ഹാസ്റ്റിങ്സ് എന്ന് പറയുന്ന ഒരാൾക്കാണ്. അദ്ദേഹത്തിന്റെ പേര് എഴുതുവാണ് വാറൻ ഹാസ്റ്റിങ്സ്. ഇനി കാലഘട്ടം നമ്മൾ എഴുതിപ്പോയി ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. 72 മുതൽ 1785 വരെ കാലഘട്ടം അറിഞ്ഞിരുന്നാൽ മതി. വാറൻ ഹാസ്റ്റിങ്സ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഈ വാറൻ ഹാസ്റ്റിങ് ആദ്യം ഗവർണറായിരുന്നു. പിന്നീട് ഒരു നിയമം വന്നു. ആ നിയമത്തിന്റെ പേരാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. 1772 വാറൻ ഹാസ്റ്റിങ് ആരാണ്? ബംഗാളിലെ ഗവർണർ. 73 ഒരു നിയമം വരും, അതിന്റെ പേരാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഈ ഓരോ നിയമവും ബ്രിട്ടീഷിലോട്ട്, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷിലോട്ട് അധികാരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു നിയമം വരെയാണ്, അതിന്റെ പേരാണ് എന്താണ്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ആ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വാറൻ ഹാസ്റ്റിങ് ആണ്. ഈ നിയമം വഴി ഗവർണർ എന്നുള്ള പോസ്റ്റ് പോയിട്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പോസ്റ്റ് വന്നു. ഇങ്ങനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. വേറെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, നമുക്ക് പറയാം. ഈ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പോസ്റ്റ് വരും. അങ്ങനെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആവുന്ന വ്യക്തിയാണ് ആര്? വാറൻ ഹാസ്റ്റിങ്സ്. അങ്ങനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പോസ്റ്റ് വരും. അങ്ങനെ ആ പോസ്റ്റ് വന്നിട്ട് ആദ്യമായിട്ട് ഗവർണർ ജനറൽ, കാരണം അദ്ദേഹം ഗവർണർ ആയിരുന്നല്ലോ, ആ ഗവർണർ പോസ്റ്റ് മാറിയിട്ട് ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് വന്നു. അപ്പൊ ശ്രദ്ധിച്ചോളെ, ഒരു പോയിന്റ് ഇതാണ്, ലാസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ എന്ന് ചോദിച്ചാൽ ആരാണ്? ലാസ്റ്റ് ഗവർണർ അത് വാറൻ ഹാസ്റ്റിങ് ആയിരിക്കും അല്ലെ, കാരണം വാറൻ ഹാസ്റ്റിങ് മാറിയിട്ടാണ്, അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും ചോദിക്കില്ല. വാറൻ ഹാസ്റ്റിങ് മാറിയിട്ടാണ് ഗവർണർ ജനറൽ എന്നുള്ള, ആ ഗവർണർ എന്നുള്ള പോസ്റ്റ് മാറിയിട്ടാണ് ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് വരുന്നത്. ആള് മാറത്തില്ല അല്ലെ. അപ്പൊ ലാസ്റ്റ് ഗവർണർ എന്ന് ചോദിക്കില്ല ഒരിക്കലും, ജസ്റ്റ് അറിയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞാണ്. അപ്പൊ നോക്കണം, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 വരുന്ന സമയത്ത് ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാല്, അല്ലെങ്കിൽ ആ സമയത്ത് ഗവർണർ ആരാണെന്ന് ചോദിച്ചാല് വാറൻ ഹാസ്റ്റിങ് ആണ്. ഈ ആക്ട് പ്രകാരമാണ് സുപ്രീം കോർട്ട് വരുന്നത്. ഈ ആക്ട് പ്രകാരം സുപ്രീം കോർട്ട് വരെയാണ്. എവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ കൽക്കട്ടയിൽ വരെയാണ്. ഏത് വർഷം വന്നു എന്ന് ചോദിച്ചാൽ 1774, തൊട്ടടുത്ത വർഷം. ബൈ ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773, ബൈ the regulating act of 1773, Supreme Court was set up. എവിടെയാണ് വരുന്നത്? കൽക്കട്ടയിൽ
കൽക്കട്ടയിലാണ് പറഞ്ഞത്. എവിടെ? കൽക്കട്ട. ഏത് വർഷം ചോദിച്ചാല് 1774, തൊട്ടടുത്ത വർഷം സുപ്രീം കോർട്ട് വന്നു. ഇവിടെ കൽക്കട്ടയിൽ സുപ്രീം കോർട്ട് വന്നു. അപ്പൊ കൽക്കട്ടയിൽ സുപ്രീം കോർട്ട് വരാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ആ സുപ്രീം കോർട്ടിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് എലിജ ഇംബെ. ചീഫ് ജസ്റ്റിസ് CJ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? സർ എലിജ ഇംബെ. സർ എലിജ ഇംബെ കൽക്കട്ടയിലെ സെറ്റപ്പ് ചെയ്ത സുപ്രീം കോർട്ടിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് എലിജ ഇംബെ. എലിജ ഇംബെ. ഓക്കെ, അങ്ങനെ ഇപ്പൊ വാറൻ ഹാസ്റ്റിങ്സിന്റെ സമയമാണ്. ഈ വാറൻ ഹാസ്റ്റിങ്സ് എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഇവിടെ ഡുവൽ ഗവൺമെന്റ് സിസ്റ്റം കൊണ്ടുവന്നില്ലേ? ആ ഡുവൽ ഗവൺമെന്റ് സിസ്റ്റം അബോളിഷ് ചെയ്തു. അബോളിഷ്ഡ് ഡുവൽ ഗവൺമെന്റ് സിസ്റ്റം. ഇൻ ബംഗാൾ, ബംഗാളിലെ ഡുവൽ ഗവൺമെന്റ് സിസ്റ്റം അവസാനിപ്പിച്ചു. ആര്? വാറൻ ഹാസ്റ്റിങ്സ് ആണ്. ആര്? വാറൻ ഹാസ്റ്റിങ്സ് ആണ്. വാറൻ ഹാസ്റ്റിങ്സ് ഇത് അറിഞ്ഞിരിക്കണം. പോയിക്കൊള്ളേ. ഇദ്ദേഹത്തിന്റെ സമയത്തെ ഒരു വാറാണ് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ. ഇദ്ദേഹത്തിന്റെ സമയത്തെ വാറാണ് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ. ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ. അതുപോലെ തന്നെ സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ. സെക്കൻഡ് ആംഗ്ലോ അറിഞ്ഞിരുന്നാൽ മതി. ഈ കാലഘട്ടം അറിഞ്ഞിരുന്നാല് അതിന്റെ വർഷം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. 84. ഞാൻ ഇവിടെ പറയുന്നില്ല, നമ്മളത് എടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആ രീതിയിൽ നിങ്ങൾ എഴുതണം. ചിലപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് ചോദിക്കും കേട്ടോ. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. 1784 നമ്മുടെ ബംഗാളില് ഒരു അസോസിയേഷൻ ഫോം ചെയ്യണം. അതിന്റെ പേരാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഇത് ആരാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് അദ്ദേഹത്തിന്റെ പേരാണ് വില്യം ജോൺസ്. ആര്? വില്യം ജോൺസ്. ആരുടെ സമയത്താണെന്ന് ചോദിച്ചാല് വാറൻ ഹാസ്റ്റിങ്സിന്റെ സമയത്താണ്. അത് പറയാൻ കാരണം വാറൻ ഹാസ്റ്റിങ്സ് ആണ് അത് അതിന് സപ്പോർട്ട് കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ നോക്കിക്കോളെ, ഏഷ്യാറ്റിക് സൊസൈറ്റി, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എവിടെയാ സ്ഥാപിക്കുന്നത്? കൽക്കട്ടയിലാണ്. എവിടെയാന്ന് ചോദിച്ചാൽ കൽക്കട്ടയിലാണ്. ആരാണ് സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരാണ്? വില്യം ജോൺസ്. ആര്? വില്യം ജോൺസ്. വില്യം ജോൺസ്. നോക്കിക്കോളെ, ഏത് വർഷമാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ് വർഷം. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വർഷം 1784. ഈ സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ? വാറൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു. വാറൻ ഹാസ്റ്റിങ്സ്. അതുപോലെ തന്നെ 84 ഒരു ആക്ട് ഉണ്ട്. ആ ആക്ടിന്റെ പേരാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഈ സമയത്ത് ഗവർണർ ജനറലും ആരാണ്? വാറൻ ഹാസ്റ്റിങ്സ് ആണ്. ഇത് വെറുതെ വന്ന ആക്ട്, വെറുതെ വന്നല്ല. ഈ റെഗുലേറ്ററി ആക്ടിലെ തെറ്റുകൾ അല്ലെങ്കിൽ അതിലെ കുറവുകൾ മാറ്റാൻ വേണ്ടിയിട്ട് വന്ന ആക്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. പഠിക്കേണ്ട ആവശ്യമില്ല. പിറ്റ്സ് ഇന്ത്യ ആക്ട് വരാൻ നേരത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ചോദിച്ചാൽ ആരാണ്? വാറൻ ഹാസ്റ്റിങ്സ് ആണ്. വാറൻ ഹാസ്റ്റിങ്സ്. അതുപോലെ വാറൻ ഹാസ്റ്റിങ്സിനെ പേഴ്സണലി പറയുവാണെങ്കിൽ നോക്കിക്കൊള്ളാം, ഇദ്ദേഹത്തിന്റെ പേഴ്സണലി പറയുവാണെങ്കിൽ നമ്മുടെ ഭഗവത്ഗീതയിലെ ഭഗവത്ഗീത ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയുടെ പേരാണ് ചാൾസ് വിൽക്കിൻസ്. ആരാണ്? ചാൾസ് വിൽക്കിൻസ്. ആരാണ്? ചാൾസ് വിൽക്കിൻസ്. അതെന്തിനിവിടെ പറഞ്ഞു ചോദിച്ചാലേ,
നോക്കിക്കോളെ, ഇതിന് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു പ്രിഫേസ് എഴുതാൻ വേണ്ടി, ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് വാറൻ ഹാസ്റ്റിങ്സിന് കൊടുക്കുകയും വാറൻ ഹാസ്റ്റിങ്സ് അതിനൊരു ഇൻട്രൊഡക്ഷൻ എഴുതുകയും ചെയ്തു. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയത് ഇതിന്റെ പ്രിഫേസ് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വാറൻ ഹാസ്റ്റിങ്സ് ആണ്. ഓക്കെ, ചാൾസ് വിൽക്കിൻസ് നമ്മുടെ ഭഗവത്ഗീത ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ അതിന്റെ പ്രിഫേസ് എഴുതാൻ കൊടുത്തത് വാറൻ ഹാസ്റ്റിങ്സിനാണ്. പ്രിഫേസ് എഴുതിയ വ്യക്തിയുടെ പേര് വാറൻ ഹാസ്റ്റിങ്ങിനാണ്. ഓക്കെ, നോക്കിക്കൊള്ളേ, ഇംപീച്ച് ചെയ്യപ്പെട്ട ഇംപീച്ച് എന്ന് വെച്ചാല് ഇതുപോലെ ഹൈ പോസ്റ്റിൽ ഇരിക്കുന്നവരെ പുറത്താക്കുന്ന പ്രൊസീജിയറിനാണ് ഇംപീച്ച്മെന്റ്. ഇപ്പൊ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ ഇംപീച്ച് ചെയ്യണം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യണം, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ ഇംപീച്ച് ചെയ്യണം. ഓക്കെ, ഇലക്ഷൻ കമ്മീഷണറെ ഇംപീച്ച് ചെയ്യണം. ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കാൻ പറ്റും. ഇംപീച്ച്മെന്റ് എന്ന് വെച്ചാൽ പാർലമെന്റില് പ്രൊസീജിയർ ഉണ്ട്, ആ പ്രൊസീജിയറിലൂടെ പാർലമെന്റ് വഴി പുറത്താക്കുന്നതാണ്. അല്ലാണ്ട് ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റത്തില്ല, രാജിക്കത്ത്, മനസ്സിലായി? അങ്ങനെ പുറത്താക്കുന്നതല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എതിരായിട്ട് പ്രവർത്തിച്ചത് കാരണം ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എതിരായിട്ട് പ്രവർത്തിച്ചു എന്ന ഒരു കണ്ടീഷനിൽ മാത്രമേ അത് പോകത്തുള്ളൂ, ഇംപീച്ച്മെന്റ് പോകത്തുള്ളൂ. ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യാം, പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാം, വൈസ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യണം, അതുപോലെ ഞാൻ പറയാം CI ഇംപീച്ച് ചെയ്യണം, ഇലക്ഷൻ കമ്മീഷണറെ ഇംപീച്ച് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഹൈ പോസ്റ്റിലെ കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊവൈഡഡ് ആയിട്ടുള്ള കുറെ പോസ്റ്റുകളുണ്ട്, ഹൈ പോസ്റ്റുകളാണ്. ഇതിനെല്ലാം ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കാൻ പറ്റും. ഇംപീച്ച്മെന്റ് എന്ന് വെച്ചാൽ പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരണം, പാസ്സാക്കണം, വലിയ പ്രൊസീജിയറാണ്. രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം സോ ഇംപീച്ച്മെന്റ് എന്നുള്ള പ്രോസസ്സ് നമുക്കുണ്ട്. ഓക്കെ, അതേപോലെ ഇംപീച്ച്മെന്റ് അവിടെ ഉണ്ടായിരുന്നു. ഇംപീച്ച്മെന്റ് ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ അമേരിക്കയിൽ ഇംപീച്ച്മെന്റ് ഉണ്ടായിരുന്നു. അമേരിക്കയിൽ ഇംപീച്ച്മെന്റ് ചെയ്യാൻ 2 പ്രാവശ്യം ഇംപീച്ച്മെന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത പ്രസിഡന്റ് ആരാണ്? 2 പ്രാവശ്യം ഇംപീച്ച്മെന്റിന് വിധേയനാക്കപ്പെട്ട പ്രസിഡന്റാണ് മുമ്പത്തെ പ്രസിഡന്റ് ട്രംപ്. ഓക്കെ, ഇംപീച്ച്മെന്റ് 2 പ്രാവശ്യം ക്യാൻസൽ ആയിപ്പോയി, പക്ഷെ 2 പ്രാവശ്യം ഇനിഷ്യേറ്റ് ചെയ്തു ഇംപീച്ച്മെന്റ് പ്രോസസ്സ്. അപ്പം ഇവിടെ ഇംപീച്ച്മെന്റ് ഉണ്ട്. അതുപോലെ വാറൻ ഹാസ്റ്റിങ്സ്, അദ്ദേഹത്തിന് പ്രത്യേകത എന്താ വെച്ചാല് ഇംപീച്ച്മെന്റ് ചെയ്ത അല്ലെങ്കിൽ ഇംപീച്ച് ചെയ്ത ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് ആര്? വാറൻ ഹാസ്റ്റിങ്സ്. ഫസ്റ്റ് ഗവർണർ ജനറൽ ടു ബി ഇംപീച്ച്ഡ്. ആരാണ്? വാറൻ ഹാസ്റ്റിങ്സ്. അതുപോലെ തന്നെ ബംഗാളില് ഏറ്റവും കൂടുതൽ ടെന്യൂർ ഉണ്ടായിരുന്ന ഗവർണർ ജനറലും വാറൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു. ലോങ്സ്റ്റ് സെർവിങ് എന്ന് ഞാൻ എഴുതുവാണേ, ലോങ്സ്റ്റ് സെർവിങ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഓക്കെ, ആരാണ്? വാറൻ ഹാസ്റ്റിങ്സ് ആണ്. അപ്പൊ വാറൻ ഹാസ്റ്റിങ്സിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. വാറൻ ഹാസ്റ്റിങ്സ് ഗവർണർ ആയിരുന്നു. റെഗുലേറ്ററി ആക്ട് ഓഫ് 1773 വഴി 1773 റെഗുലേറ്ററി ആക്ട് പ്രകാരം ഗവർണർ എന്നുള്ള പോസ്റ്റ് മാറിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പോസ്റ്റ് വന്നു. അങ്ങനെ ആദ്യമായിട്ട് ഗവർണർ ജനറൽ ആവുന്ന വ്യക്തിയാണ് ആര്? വാറൻ ഹാസ്റ്റിങ്സ്. ഈ നിയമം പ്രകാരമാണ് സുപ്രീം കോടതി നിലവിൽ വരുന്നത്. കൽക്കട്ടയിലാണ്, 74-ലാണ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് സർ എലിജ ഇംബെയാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ഇദ്ദേഹം റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്ന ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം അബോളിഷ് ചെയ്യുന്നുണ്ട്. വർഷം ജസ്റ്റ് ഒന്ന് എഴുതുവാണ്, 72-ല്. അതുപോലെ തന്നെ ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാറും സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറും, അത് ഒരിക്കലും അങ്ങനെ അല്ല പഠിക്കേണ്ടത്. ഇദ്ദേഹത്തിന്റെ വർഷം അറിഞ്ഞിരിക്കണം, ഇതിന്റെ വർഷം അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ചോദ്യം ചോദിച്ചാൽ എഴുതാൻ പറ്റണം. എന്നാൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ അത് സ്ഥാപിക്കുന്ന ആളാണ് വില്യം ജോൺസ്. കൽക്കട്ടയിലാണ് സ്ഥാപിക്കുന്നത്. ആ സ്ഥാപിക്കുന്ന വർഷം 1784-ലാണ്, 84-ലാണ്. ആ സമയത്ത് ഗവർണർ ജനറൽ അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്ത ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ വാറൻ ഹാസ്റ്റിങ്സ് ആണ്. പിറ്റ്സിന്റെ ആക്ട് 1784-ലാണ് വരുന്നത്. ആ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിറ്റ്സിന്റെ ആക്ട് വന്ന വർഷം 1784. ആ സമയത്ത് ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ വാറൻ ഹാസ്റ്റിങ്സ് ആണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് ചാൾസ് വിൽക്കിൻസ്. ഇത്
ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് അതിന്റെ പ്രിഫേസ് എഴുതാൻ കൊടുത്തത് വാറൻ ഹാസ്റ്റിങ്സിനാണ്. അപ്പോ ചാൾസ് വിൽക്കിൻസിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റഡ് ഭഗവത്ഗീതയില് പ്രിഫേസ് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വാറൻ ഹാസ്റ്റിങ്സ് ആണ്. ഫസ്റ്റ് ഗവർണർ ടു ബി ഇംപീച്ച് ചെയ്ത ആദ്യത്തെ ഗവർണർ ജനറലും വാറൻ ഹാസ്റ്റിങ്സ് ആണ്. ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറൽ ആയിട്ടിരുന്ന വ്യക്തിയും ആര് തന്നെയാണ്? വാറൻ ഹാസ്റ്റിങ്സ് തന്നെയാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്തതിലോട്ട് പോവേണേ. അടുത്ത ആളുടെ പേര് പറയാൻ പോവേണേ. ഇദ്ദേഹത്തിന് ശേഷം വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളൊക്കെയാണ് ഇവര്. ഇദ്ദേഹത്തിന് ശേഷം വരുന്ന വ്യക്തിയുടെ പേരാണ് ലോർഡ് കോൺവാലിസ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ലോർഡ് കോൺവാലിസ്. ലോർഡ് കോൺവാലിസിന്റെ കാലഘട്ടം തൊട്ടടുത്ത വർഷം 1786 മുതൽ 1793. എത്ര വൈസ്രോയിമാര് വന്നു, എത്ര ഗവർണർ ജനറൽമാര് വന്നു എന്നൊന്നും ചോദിക്കില്ല കേട്ടോ. ഗവർണർ ജനറൽമാർ എത്ര വന്നു എന്ന് ഒരിക്കലും ചോദിക്കില്ല. കാരണം എന്ന് വെച്ചാല് ഇതിനിടയ്ക്ക് ചിലര് വന്നിട്ട് ഒരു മാസമൊക്കെ ഇരുന്നിട്ട് പോകും. നമുക്ക് അതിനെക്കുറിച്ചൊന്നും പഠിക്കാനേ ഇല്ല. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. മിക്ക ഇയർ എല്ലാം കണക്ട് ആവും, ബട്ട് ഇതിന്റെ ഇടയ്ക്ക് ചിലർക്ക് വന്നു പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, ആവട്ടെ. ലോർഡ് കോൺവാലിസ് 1786 മുതൽ 1793 വരെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരുന്ന വ്യക്തിയാണ് ആര്? ലോർഡ് കോൺവാലിസ്. നോയിക്കോളേ, ഇന്ത്യയില് സിവിൽ സർവീസ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്ത വ്യക്തിയാണ് ആര്? ലോർഡ് കോൺവാലിസ്. നോയിക്കോളെ, ഇന്ത്യയില് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിന് വേണ്ടിയിട്ട് സിവിൽ സർവീസ് ഗ്രൂപ്പ് കൊണ്ടുവന്ന അല്ലെങ്കിൽ സിവിൽ സർവീസ് കൊണ്ടുവന്നു എന്ന് തന്നെ എഴുതാം. ഇന്ത്യയിലെ സിവിൽ സർവീസ് സെറ്റപ്പ് ചെയ്ത ഗവർണർ ജനറൽ ആണ് ആര്? ലോർഡ് കോൺവാലിസ്. സിവിൽ സർവീസ് ഗ്രൂപ്പ് ഓഫ് ഒഫീഷ്യൽസ് എന്ന് എഴുതാം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന ആരാണ്? ലോർഡ് കോൺവാലിസ്. ഓക്കെ, സിവിൽ സർവീസ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ ഉടനെ വിചാരിക്കരുത് IAS, IPS, IFS എന്നും. ഇന്ത്യയിലെ ബ്യൂറോക്രസിയാണ് സിവിൽ സർവീസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വിചാരിക്കണം. ഓക്കെ, ബ്യൂറോക്രസി എന്ന് വെച്ചാൽ എന്താ? നമ്മളെല്ലാം അല്ലെങ്കിൽ നിങ്ങളെല്ലാം നമ്മളെല്ലാം പഠിക്കുന്നത് എന്തിനാ? ഗവൺമെന്റ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെന്റ് ജോബ് വഴി നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാവുകയാണ്. ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ ഭാഗമാവും അല്ലെ? ഇന്ത്യൻ സിവിൽ സർവീസിന് ആ ഒരു ഐഡിയോളജിയാണ് വേണ്ടത്. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവര് എല്ലാം നടപ്പിലാക്കുന്ന ആൾക്കാരാണ് അല്ലെ? ലെജിസ്ലേച്ചർ ആണ്. എന്താണ് ലെജിസ്ലേഷൻ? ഓക്കെ, ലെജിസ്ലേച്ചർ എന്ന് പറയാം, ലെജിസ്ലേഷൻ. ഓക്കെ, നോക്കണേ, എല്ലാ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നവരാണ് ഇന്ത്യൻ സിവിൽ സർവീസിൽ വരുന്നവര് അല്ലെ? അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന വേറെ പേരാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ലെജിസ്ലേഷൻ. ഓക്കെ, എന്നറിയപ്പെടുന്ന ആ വ്യക്തി ആരാന്ന് ചോദിക്കില്ല. പക്ഷെ ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആര്? ലോർഡ് കോൺവാലിസ്. രണ്ടാമത്തെ മൈസൂർ വാറിന്റെ കാര്യം ഞാൻ അവിടെ എഴുതി. എന്നാൽ മൂന്നാമത്തെ മൈസൂർ വാർ നടക്കുന്നത് ഇദ്ദേഹത്തിന്റെ സമയത്താണ്. മൂന്നാമത്തെ മൈസൂർ വാറും അതും തുടർന്നുള്ള ശ്രീരംഗപട്ടണം ട്രീറ്റിയും ഇദ്ദേഹത്തിന്റെ സമയത്താണ് നടക്കുന്നത്. തേർഡ് ആംഗ്ലോ മൈസൂർ വാറും ശ്രീരംഗപട്ടണം ട്രീറ്റിയും നമ്മൾ പഠിച്ചതാണ്. ആംഗ്ലോ മൈസൂർ വാറും അതിന് ശ്രീരംഗപട്ടണം ട്രീറ്റി.
ആരുടെ സമയത്താണ് ചോദിച്ചാൽ ആരുടെ സമയത്താണ്? ലോർഡ് കോൺവാലിസിന്റെ സമയത്താണ്. ലോർഡ് കോൺവാലിസിന്റെ സമയത്താണ്. നോക്കിക്കോളെ, ഇദ്ദേഹം ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ പേരാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്. പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാല് ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ്. ലോർഡ് കോൺവാലിസ് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്. നോക്കിക്കോളേ, ഇതിന് ചിലപ്പോ അവരിങ്ങനെ ആയിരിക്കില്ലേ ചോദിക്കുക, പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതുവഴി കൊണ്ടുവരുന്നത് സമീന്ദാരി സിസ്റ്റമാണ്. സമീന്ദാരി സിസ്റ്റം, സമീന്ദാരി സിസ്റ്റം ആണ്. അപ്പൊ അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, സമീന്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ, ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ്. ലോർഡ് കോൺവാലിസ് ആണ്. ലോർഡ് കോൺവാലിസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് വരുന്ന വർഷം, ഇയാൾ ഇറങ്ങുന്ന വർഷമാണ് 1793. 1793. ഇത് എവിടെയാണ് ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെയെന്ന് പറയും? കാരണം ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ബംഗാള്, ആ സ്ഥലങ്ങൾ നോക്കുക. ബംഗാള്, അതിന് മുകളിലും ബീഹാർ, അതിന് താഴെ ഒഡീഷ, ഈ ഏരിയയിലൊക്കെ ആയിരിക്കും നടക്കുക. ലോജിക്കലി നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, സമീന്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് 1793 ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ്. ലോർഡ് കോൺവാലിസ് ആണ്. ഓക്കെ, നോക്കണേ, ഇദ്ദേഹം എന്താ പറയാ, ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇന്ത്യയില് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഫോഴ്സിനെ സെറ്റപ്പ് ചെയ്യുന്ന ഇദ്ദേഹമാണ്. പെർമനന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഫോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ സമയത്താണ്. അതുപോലെ തന്നെ മുമ്പ് ഞാൻ പറഞ്ഞു, ഇവിടെ സുപ്രീം കോർട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ, അതിന് താഴെയുള്ള കോർട്ടുകൾ, അതിന് താഴെ ലോവർ ഗ്രേഡ് കോർട്ടുകൾ വേണമല്ലോ, ചെറിയ ചെറിയ കോടതികൾ, അതെല്ലാം സെറ്റപ്പ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ സമയത്താണ്. ഓക്കെ, ഞാൻ എഴുതാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഇദ്ദേഹത്തിന്റെ എന്താ പറയാ, ഇദ്ദേഹത്തിന്റെ ഒരു ഞാൻ ടേം പറയാം, കോൺവാലിസ് കോഡ്. ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതായത് എന്താ പറയാ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതുപോലെ ഇന്ത്യയിൽ പോലീസ്, പെർമനന്റ് ഒരു പോലീസ് ഫോഴ്സിനെ സെറ്റപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ജോലി, എന്തൊക്കെയാണ് പവേഴ്സ്, ജോലി എന്നല്ല, എന്തൊക്കെയാണ് പവേഴ്സ്, അത് ബേസ് ചെയ്തിട്ട് ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കോൺവാലിസ് കോഡ്. എന്താണ് കോൺവാലിസ് കോഡ്? കോൺവാലിസ് കോഡ് അത് ആരാണെന്ന് ചോദിച്ചാൽ ലോർഡ് കോൺവാലിസ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞാണ്, കോൺവാലിസ് കോഡ്. കോൺവാലിസ് കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇദ്ദേഹം തന്നെയാണ്. കോൺവാലിസ് കോഡ്. കോൺവാലിസ് കോഡ് ജസ്റ്റ് അറിഞ്ഞാൽ മതി. എന്താണ് സംഭവം? ബേസ്ഡ് ഓൺ സെപ്പറേഷൻ, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ബേസ്ഡ് ഓൺ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അതാണ് കോൺവാലിസ് കോഡ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ലോർഡ് കോൺവാലിസ് ആണ്. അതുപോലെ തന്നെ പെർമനന്റ് പോലീസ് ഫോഴ്സ്, പെർമനന്റ് പോലീസ് ഫോഴ്സ്. പിന്നെ ഞാൻ പറഞ്ഞു ലോവർ കോർട്സ്, ലോവർ കോർട്സ് എല്ലാം സെറ്റപ്പ് ചെയ്തത് ഇദ്ദേഹമാണ്, ഇദ്ദേഹത്തിന്റെ സമയത്താണ്. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം ഇവിടെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം മരിക്കുകയാണ്. ഇദ്ദേഹം ഇവിടെ, അതായത് സർവീസിൽ ഇരുന്ന് തന്നെ ഇദ്ദേഹം ഗവർണർ ജനറൽ ആയിക്കൊണ്ട് തന്നെ ഇദ്ദേഹം മരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് സർവീസിലിരുന്ന് മരിക്കുന്ന ആരാണ് ചോദിക്കില്ല, ചോദിച്ചാൽ ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ്. ഇദ്ദേഹം ഇവിടെ നിന്ന് മരിച്ചത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ടോംബ് കാണണമെങ്കിൽ ഗംഗാ റിവറിന്റെ തീരത്ത് പോകണം. ഇദ്ദേഹത്തിന്റെ ടോംബ് എവിടെയാണ് ചോദിക്കില്ല, ഗംഗാ റിവറിന്റെ ബാങ്ക്സ് ഓഫ് റിവർ ഗംഗയാണ്. ഇവിടെ വെച്ച് തന്നെയാണ് മരിക്കുന്നത്. ഗംഗാ നദിയുടെ തീരത്താണ് ഇദ്ദേഹത്തിന്റെ, എവിടെയാന്ന് ചോദിക്കല്, ഗംഗാ നദിയുടെ തീരത്താണ് ഇദ്ദേഹത്തിന്റെ. അത് ചോദിക്കില്ല, ഒരിക്കലും ചോദിക്കില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്, ശ്രീരംഗപട്ടണം ട്രീറ്റി, പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. ലോർഡ് കോൺവാലിസ്. ഓക്കെ,
ഞാൻ അടുത്തതും കൂടെ പറയുവാണ്. ഇദ്ദേഹത്തിന് ശേഷം വരുന്ന ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരാളുടെ പേരാണ് ജോൺ ഷോർ. ജോൺ ഷോർ ഒന്നും പഠിക്കാനില്ല ജോൺ ഷോറിനെ കുറിച്ച്. ജോൺ ഷോർ വർഷം 1793 മുതൽ 98 വരെ ഉണ്ടെങ്കിലും നമുക്കൊന്നും പഠിക്കാനില്ല. തൊട്ട് വരെ ഉണ്ടെങ്കിലും നമുക്കൊന്നും പഠിക്കാനില്ല. കുറച്ച് കാര്യം മാത്രമേ ഉള്ളേ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ എന്ത് ആക്ട് വന്നു? റെഗുലേറ്റിംഗ് ആക്ട് വന്നു. ഇവിടെ എന്ത് വന്നു? സോറി, ഇവിടെ തന്നെ എന്ത് വന്നു? പിറ്റ്സിന്റെ ആക്ട് വന്നു. പിറ്റ്സിന്റെ ആക്ട് വന്നു അല്ലെ. ഇവിടെ ഒരു ആക്ട് വരെയാണ്. ആ ആക്ടിന്റെ പേരാണ് ചാർട്ടർ ആക്ട്. ഫസ്റ്റ് ചാർട്ടർ ആക്ട്. നോർമലി നമ്മൾ ചാർട്ടർ ആക്ട് ഓഫ് വർഷം, ചാർട്ടർ ആക്ട് ഓഫ് 1793 അങ്ങനെയൊക്കെ നമ്മൾ പറയാറുള്ളൂ. ബട്ട് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ആദ്യമായിട്ട് ചാർട്ടർ ആക്ട് വരെയാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. ഒരിക്കലും ചാർട്ടർ ആക്ടിന്റെ നമ്പർ ഇട്ട് നിങ്ങൾ ഒരിക്കലും പഠിക്കില്ല. ഇനിയും നമ്മൾ ചാർട്ടർ ആക്ട് പഠിക്കുന്നുണ്ട്. അപ്പോ ചാർട്ടർ ആക്ട് അതൊരു ആക്ട്, അതിന്റെ പേര് അങ്ങനെയാണ്. പിന്നെ ഇത് ആദ്യത്തെ ആയതുകൊണ്ട് ഫസ്റ്റ് ചാർട്ടർ ആക്ട്, ആ ഒരു ഇമ്പോർട്ടൻസും കൂടി ഉണ്ട്. അത് ആരുടെ സമയത്താണെന്ന് ചോദിച്ചാൽ ജോൺ ഷോറിന്റെ സമയത്താണ് വരുന്നത്. ഒരു കാര്യം കൂടെ ഉള്ളൂ, ബാറ്റിൽ ഓഫ് ഖർദ. ബാറ്റിൽ ഓഫ് ഖർദ ഏത് വർഷം ചോദിച്ചാല് 1795 1795. അത് ആരുടെ സമയത്താണ്, അല്ലെ അത് ലെഡ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാല് അത് ഇദ്ദേഹമാണ്. ബാറ്റിൽ ഓഫ് ഖർദ വർഷം 1795. ഓക്കെ, ആരൊക്കെ തമ്മിലാണ് ഇമ്പോർട്ടന്റ് അല്ല. ഈ ബാറ്റിൽ ഓഫ് ഖർദ നടക്കുന്നത് ആക്ച്വലി നിസാമും നൈസാംസും മറാത്തായും തമ്മിലാണ്. പക്ഷെ ഉണ്ടല്ലോ ഇതില് ഒരു ട്രീറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ആരൊക്കെ തമ്മിലാണ് ഇതിന്റെ സംഭവം എങ്ങനെയാണ്? നൈസാംസും മറാത്താസും തമ്മിലാണ്. മറാത്താസും തമ്മിലാണ് ഇത് ആക്ച്വലി വരുന്നത്. മറാത്താസും തമ്മില്. പക്ഷെ ഉണ്ടല്ലോ നൈസാംസും ബ്രിട്ടീഷും തമ്മില് ട്രീറ്റി ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളെ ഇങ്ങോട്ട് ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം, അങ്ങനെ ഒരു രീതിയിലുള്ള ട്രീറ്റി ഉണ്ടായിരുന്നു. ഈ ട്രീറ്റിക്ക് പിന്നീട് വേറെ വലിയ ട്രീറ്റികൾക്ക് എന്താ പറയാ പ്രചോദനമാവുന്നുണ്ട് അവർക്ക്. അപ്പോ ഈ സമയത്ത് നിസാംസിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ജോൺ ഷോർ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ആ ഒരു ബാറ്റിൽ ഓഫ് ഖർദയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞാൽ മതി, ബാറ്റിൽ ഓഫ് ഖർദ. അതുകൊണ്ടാണ് ബാറ്റിൽ ഓഫ് ഖർദയിൽ അയാളുടെ പേര് കൂടെ വരുന്നത്. ബാറ്റിൽ ഓഫ് ഖർദ വർഷം 1795. ആ സമയത്ത് അല്ലെ അതിൽ പങ്കെടുത്ത അത് ലെഡ് ചെയ്ത് ആരാന്ന് ചോദിച്ചാല് ജോൺ ഷോർ ആണ്. ആരാണ്? ജോൺ ഷോർ. ഓക്കെ,